ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. കേരളത്തിന്റെ വീടുകളിൽ സാധാരണയായിട്ട് ഉണ്ടാകേണ്ട ഒരു ഇലക്കറിയാണ് കേട്ടോ, അല്ലെങ്കിൽ സാധാരണയായിട്ട് ഉള്ളത്. ഇനി ഇല്ലെങ്കിൽ തന്നെ എന്തായാലും വാങ്ങി വെച്ച് വളർത്തേണ്ടതായിട്ടുള്ള ഒരു ഇലക്കറിയാണ് ചീരച്ചേമ്പ്. ചീരച്ചേമ്പ് എന്ന് പറഞ്ഞാൽ അതീവ ടേസ്റ്റാണ് കേട്ടോ. ചീരകളിലെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. കാൽസ്യം, ഫൈബർ, അയൺ ഇതിന്റെയൊക്കെ കണ്ടന്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദഹന പ്രക്രിയയെ എളുപ്പത്തിൽ സഹായിക്കുന്നതുമാണ്. ഇതാണെങ്കിൽ നട്ടു വളർത്താൻ വളരെ എളുപ്പമാണ്. ഇതൊന്നും നട്ടുവെച്ചാലുണ്ടല്ലോ ഇതിന്റെ സൈഡിൽ നിന്ന് വേറെ തൈകൾ ധാരാളം മുളച്ചു വരും. പിന്നെ ഇതിന്റെ ഇലകൾ കട്ട് ചെയ്ത് എടുക്കുന്തോറുമാണ് നമുക്ക് കൂടുതൽ ലീഫ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ഇലക്കറികൾ ഉണ്ടാകണമെങ്കിൽ 1-2 തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ മതി. നമ്മളിതിപ്പോൾ വെബ്സൈറ്റ് വഴിയും കാറ്റലോഗ് വഴിയും വാട്സപ്പ് വഴിയൊക്കെ ഓർഡർ എടുത്തിട്ട് കേരളത്തിന് പുറത്ത് ഓൾ ഇന്ത്യ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കേരളത്തിന് പുറത്തേക്കൊക്കെ നല്ല ഡിമാൻഡാണ്. അപ്പോൾ അധികം വെയിൽ വേണ്ട, മീഡിയം വെയിലൊക്കെ മതി. പിന്നെ അത്യാവശ്യം നനവുള്ള സ്ഥലത്താണ് കൂടുതൽ നല്ല രീതിയിൽ ഉണ്ടാകുന്നത് കേട്ടോ. ഇതിന്റെ തണ്ടും ഇലയൊക്കെ നമുക്ക് കറികളിൽ ഉപയോഗിക്കാം, ഒരു ചൊറിച്ചിലും ഇല്ല. പിന്നെ ചീരച്ചേമ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് കിഴങ്ങ് ഉണ്ടാവത്തില്ല കേട്ടോ. സാധാരണ ചേമ്പ് പോലെയല്ല, ഇതിന്റെ ലീഫിന്റെ എഡ്ജൊക്കെ ഇങ്ങനെ വളഞ്ഞൊക്കെ നിൽക്കുന്ന ഒരു ടൈപ്പാണിത്. അപ്പൊ സാധാരണ ചേമ്പ് പോലെ അല്ല എന്ന് പറഞ്ഞതാണ്. ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കേരളത്തിന്റെ മലയോര ഗ്രാമപ്രദേശങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് കോട്ടയം, ഇടുക്കി ആ ഭാഗത്തൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, മിക്ക വീടിന്റെ റോഡരികളിലൊക്കെ ധാരാളമായിട്ട് കാണാറുണ്ട്. എന്നാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നിലവിൽ ഇതിന്റെ തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും ഓർഡർ ചെയ്യാവുന്നതാണ്.